ഹായ് ഹലോ വെൽക്കം ടു നിഷ പടീസ് വേൾഡ്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എനിക്കും ഇവിടെ സുഖം. ഒരു വീട് എന്ന് പറയുന്ന ഒരു സങ്കല്പം എല്ലാവർക്കും ഉള്ളതാണല്ലേ. അതുപോലെ തന്നെ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് കുറച്ച് കാലം കഴിഞ്ഞപ്പോഴും ഞങ്ങൾക്കും അതുപോലൊരു ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അന്ന് തൊട്ട് കുറേശ്ശെ ഞങ്ങൾ പൈസയൊക്കെ ചേർത്ത് വെച്ച് കുഞ്ഞു കുഞ്ഞ് സേവിങ്സൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. നമ്മൾ ജീവിതത്തിൽ പലതും സാക്രിഫൈസ് ചെയ്തിട്ടാണ് നമ്മളൊരു വീട് എന്ന സങ്കല്പം നേടിയെടുക്കുന്നത് അല്ലേ. നിങ്ങളെല്ലാവരും അതുപോലെ തന്നെ ആയിരിക്കും. അങ്ങനെ ഞങ്ങൾ ഒരു 25 വർഷം മുമ്പ് എടുത്ത വീടാണത്. പക്ഷേ ഇപ്പോൾ റിനോവേഷനൊക്കെ കഴിഞ്ഞു. എന്നിട്ട് പുതിയതായിട്ട് ചെയ്ത മാർബിളിൽ ഒരു പൊട്ടൊക്കെ വന്നു കേട്ടോ. ഞാൻ അതെടുക്കാത്തത്, അതെടുക്കാനുള്ളൊരു മനസ്സ് എനിക്കില്ലാത്തത് കൊണ്ടാണ്. കാരണം ആ ചങ്ക് പിടഞ്ഞോ അങ്ങനെയുള്ള പൊട്ടുകളാണ് അതിൽ സൈഡിൽ വന്ന്. ഏതായാലും വീടിൻ്റെ പണി കഴിഞ്ഞ സമയത്ത് ഞങ്ങൾ ഒരു പീസ് മാർബിൾ മാറ്റി വെച്ചിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ ഒരു പീസ് അതിൽ കൊള്ളിക്കേണ്ടി വന്നില്ല. സെയിം പീസ് തന്നെ നമുക്ക് കട്ട് ചെയ്തിട്ട് അതിൽ വെക്കാനായിട്ട് പറ്റി. അപ്പം ഈ വിജയദശമി ദിവസത്തിൽ അവർ റിനോവേഷൻ ചെയ്ത അവർ തന്നെ വന്നിട്ട് നമുക്കിത് മാറ്റി ചെയ്തു തന്നു കേട്ടോ. അപ്പോൾ അവരോട് ഒരു വലിയ താങ്ക്സ് പറയാണ്. കാരണം മുൻഭാഗത്ത് തന്നെ ഇങ്ങനെ ഒരു ഇതുണ്ടാകുമ്പോൾ വല്ലാത്ത സങ്കടമായിരുന്നു. അപ്പം അവർ വന്നു ഇതൊക്കെ ചെയ്തു തന്നു. ഈ ഒരു സ്റ്റെപ്പിൻ്റെ ഭാഗത്തായിട്ടാണ് കൂടുതൽ പൊട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ സിമെൻറ്റ് കുറവായതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ അവർ വന്ന് അതൊക്കെ ഫില്ല് ചെയ്ത് അത് ഓരോ പീസായിട്ട് ശ്രദ്ധിച്ചെടുത്ത് അതെല്ലാം ക്ലീൻ ചെയ്തിട്ട് രണ്ടാമത് അതൊക്കെ സ്കേറ്റിംഗ് ആ ഒരു ഭാഗമൊക്കെ ഒട്ടിച്ച് റെഡിയാക്കി തന്നവർ. അപ്പം മനസ്സിന് വല്ലാത്തൊരു സന്തോഷം. കാരണം നമ്മൾ അത്രയും ആഗ്രഹിച്ച് ആണ് നമ്മുടെ വീട്ടിലെ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് അല്ലേ. ഓരോരുത്തരും അങ്ങനെ തന്നെയാണ്. ഞാനും അതുപോലെ തന്നെ. എനിക്ക് എൻ്റെ വീട് എന്ന് പറയുന്നത് അതൊരു എന്താ പറയേണ്ടത് അറിഞ്ഞൂടാ, എൻ്റെ മനസ്സിനോട് അടുത്ത് നിൽക്കുന്നൊരു കാര്യമാണ്. കാരണം കുട്ടികളൊക്കെ ജനിച്ച് വളർന്ന വീടാണ്. അപ്പോൾ അവരുടെ ഓരോ സന്തോഷങ്ങളും നിറഞ്ഞ കാര്യങ്ങളും നമ്മൾ ഇവിടെ വെച്ചിട്ടാണ് നടത്തുന്നത്. അപ്പം എല്ലാവർക്കും അവരവരുടെ വീട് വിലപ്പെട്ടതാണ്. അതുപോലെ തന്നെ ഞങ്ങൾക്കും. ഇനി അവർ ഒട്ടിക്കാനുള്ള ആ ഒരു പശയാണ് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ തവണ അങ്ങനെ എന്തോ ഒരു ചെറിയ ഫോൾട്ട് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യം വളരെ കെയർഫുള്ളായിട്ടാണ് അവർ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതൊക്കെ ഗം വെച്ച് നന്നായിട്ട് അവർ ഒട്ടിച്ച് റെഡിയാക്കി എടുക്കുന്നുണ്ട്. വീടിൻ്റെ പണി കഴിഞ്ഞാലും നമുക്ക് അതിൻ്റെ ക്ലീനിങ്ങും മെയിൻ്റനൻസൊക്കെ കറക്റ്റായിട്ട് ചെയ്യണം. കാരണം അതാണ് ആ വീടിൻ്റെ ഐശ്വര്യം. അപ്പോൾ എപ്പോഴും നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് വീട് പണിത് കഴിയുമ്പോൾ അതിൻ്റെ മെയിൻ്റനൻസ് കറക്റ്റായിട്ടുള്ള ടൈമിൽ ചെയ്യാനാണ്. അതുപോലെ തന്നെ നമ്മളെ വീട് പണി കഴിഞ്ഞാലും അതിൻ്റെ കുറച്ച് ബാക്കി വരുന്ന സാധനങ്ങൾ ഒരിക്കലും കളയരുത്. നമുക്കത് എന്തിനെങ്കിലും ഇതുപോലെ ഉപയോഗിക്കാനായിട്ട് എടുക്കാൻ പറ്റും. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.